السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، رب زدنا علما وحلما وفهما وعقلا ودبا كاملا. رب تمن بالخير والسعادة. اللهم وجهنا إلى الخير، وجه الخير إلينا يا أرحم الراحمين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا يا أرحم الراحمين. ബഹുമാനമുള്ള ഫതുഹുൽ മുഈൻ വ അൽഫിയ സബഖിലെ ബഹുമാനികളെ, നമ്മുടെ ക്ലാസ്സിലെ പഠിതാക്കളും മറ്റുമായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, ഫതുഹുൽ മുഈനിന്റെ മുഖദ്ദിമ നാം ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ ദിവസം നാം മനസ്സിലാക്കി. ഇനി അതിലെ ബാബിലേക്കാണ് നാം പ്രവേശിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് അതിന്റെ ബാബിന്റെ ആദ്യത്തെ ബാബിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ നല്ല രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ കിതാബ് രചിച്ചവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ ഈ മുതാലയും പഠനവും കൊണ്ട് അതിൻ്റെയൊക്കെ ബർക്കത്ത്, അതിൻ്റെയൊക്കെ റഹ്മത്ത് അവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. നമ്മയും അവരെയും ഒക്കെ അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ പുണ്യ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരുമിച്ച് അവിടെ വസിച്ച് സന്തോഷിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ബാബിലേക്ക് പ്രവേശിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാബു സ്വലാത്തി, നിസ്കാരത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായമാണ് നമുക്ക് തുടങ്ങാനുള്ളത്. ബാബു സ്വല, നിസ്കാരം. നമുക്കറിയാം, ഇസ്ലാമിന്റെ രണ്ടാമത്തെ സ്തംഭമാണ്, രണ്ടാമത്തെ തൂണാണ് ഏത്? സ്വലാത്ത്. ഒന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അപ്പോൾ നാം മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ ആ സാക്ഷീകരണം ഉള്ള ഒരു മനുഷ്യൻ, അവന് അത് മറ്റുള്ളവരിൽ അത് ബോധ്യപ്പെടുത്തേണ്ടുന്ന ഉത്തരവാദിത്വം കൂടിയുണ്ട്. അപ്പോ ഈ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹിലാണ് അവൻ നിലകൊള്ളുന്നത് എങ്കിൽ അതിന്റെ പ്രകടമായ അടയാളങ്ങൾ അവന്റെ ജീവിതത്തിൽ അവൻ പ്രകടമാക്കിയിരിക്കണം, വ്യക്തമാക്കിയിരിക്കണം. അപ്പോൾ നമ്മുടെ മനസ്സിന്റെ അകത്ത് ഉള്ള അചഞ്ചലമായ ആ വിശ്വാസം, ഈമാൻ, ആ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അത് ഉണ്ട് എന്നതിന്റെ ഒരു അടയാളം, അത് ഉണ്ട് എന്നതിന്റെ ഒരു അലാമത്ത്, അത് ഉണ്ട് എന്നതിന്റെ ഒരു ബോർഡ്, അത് ഉണ്ട് എന്നതിന്റെ കൊടി, അതാണ് സ്വലാത്ത്. അപ്പൊ നിസ്കാരം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ചുറ്റുപാടിലുള്ള വ്യക്തി അത് എന്തറിയിക്കുന്നു? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നാണ് അറിയിക്കുന്നുണ്ട്. നമുക്കറിയാം, പരിശുദ്ധ ഖുർആൻ അതുപോലെ തന്നെ ഹദീസിന്റെ ഭാഗങ്ങളൊക്കെ നിസ്കാരത്തെ കുറിച്ച് വിശദീകരിക്കപ്പെട്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതിന്റെ ശർഈയായ മാന നമുക്ക് നോക്കാനുണ്ട്. അത് എങ്ങനെയാണ് നമ്മിലേക്ക് വന്നത് എന്നതുണ്ട്. എല്ലാം നമ്മുടെ കിതാബിൽ ഇബാറത്തുകളെ കൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോ നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് ഒരു അബ്ദ് അള്ളാഹുലേക്ക് അടുക്കുന്നതിൽ വെച്ച് ഏറ്റവും മഖാമുൻ അഅ്ളമാണ്, ഏറ്റവും മഹത്തായ ഒരു സ്ഥലമാണ്. നമുക്കറിയാം, നാം ജീവിതത്തിൽ പലയിടങ്ങളിലും പോവാറുണ്ട്, അല്ലേ? നമ്മൾ ബാത്റൂമിൽ പോകുന്നു, നമ്മളെ പറമ്പിൽ പോകുന്നു, നമ്മുടെ കുടുംബാദികളുടെ വീട്ടിൽ പോകുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നാം പോകുന്നത് പള്ളിയിലാകുമ്പോൾ ഇതിൽ നിന്നും ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രത്യേകമായ സ്ഥലം എന്നത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അതും മസ്ജിദുൽ നബവി അല്ലെ മസ്ജിദുൽ ഹറാം അല്ലെ മസ്ജിദുൽ അഖ്സ, ഇവിടങ്ങളിലാണെങ്കിൽ ഒന്നും കൂടി അതിന് തഅലീമ് കൂടി, ഒന്നും കൂടി അതിന്റെ പവർ കൂടി. അത് കഅബ ഷരീഫിന്റെ അടുക്കൽ കൂടി പോയിട്ട് കഅബയുടെ മുമ്പിൽ, വാതിലിന്റെ മുമ്പിൽ നിന്നിട്ട് ആ ഇമാമിന്റെ ബാക്കിൽ നിന്നിട്ട് നിസ്കരിക്കുമ്പോൾ ഒന്നും കൂടി. ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നെങ്കിൽ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ എല്ലായിടത്തും നാം ഈ ഇബാദത്ത് എടുക്കുന്നത് അള്ളാഹുവിനോടുള്ള ഒരു മുനാജാത്താണ് എന്ന വസ്തുത മനസ്സിലാക്കുമ്പോൾ ആ മഖാമിനുള്ള തഅലീം എത്രയെന്ന് ആലോചിച്ചാൽ തീരില്ല. കാര്യം മനസ്സിലാവുണ്ടാവുമല്ലോ, അത് എത്രയാണ് എന്ന് പറഞ്ഞാൽ തീരില്ല. മനസ്സിലാക്കണം, സ്വലാത്ത് എന്ന് പറഞ്ഞ, നിസ്കാരം എന്ന് പറയുന്ന ആ ഇബാദത്തിന്റെ ബന്ധം അള്ളാഹുവും ഖാലിഖും തമ്മിലുള്ള ഒരു അമേധ്യമായ ബന്ധം, ഒരു മുനാജാത്ത് അവിടെ നടക്കുകയാണ്. മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കാണാനും വേണ്ടി സിദ്റത്തുൽ മുൻതഹയിൽ പോയ
പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു മറയും കൂടാതെ അള്ളാഹു നേരിട്ട് കൊടുത്തു. മറ്റുള്ള ആശയങ്ങളൊക്കെയും വഹയായിട്ട് വന്നതല്ലേ? ആലോചിച്ച് നോക്കൂ. മറ്റൊക്കെ വഹയായിട്ട് വന്നതാണ്. അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഓരോന്നും ജിബ്രീൽ മുഖേന, വഹയ് മുഖേന വന്നു. പരിശുദ്ധമായിരിക്കുന്ന ഈ നിസ്കാരം എന്നതോ അത് നേരാൻ ചൊവ്വ അള്ളാഹു നേരിട്ട് കൊണ്ടുപോയിട്ട് കൊടുത്ത ഒരു പ്രസന്റേഷൻ, ഒരു സമ്മാനം, ഒരു സർട്ടിഫിക്കറ്റ് ആണത്. ആലോചിച്ച് നോക്കൂ. അപ്പോൾ ആ ഒരു മെഹറാജ് റസൂലുള്ളാഹിക്ക് കിട്ടി എങ്കിൽ ആ മെഹറാജ് തന്നെയാണ് നാം ചെയ്യുന്നത് എന്ന ഒരു അർത്ഥം അതിന്റെ ഉള്ളിലുണ്ട് താനും. അപ്പോൾ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന, അള്ളാഹുവിനോട് മുനാജാത്ത് നടത്തുന്ന ഒരു മക്കാമിലാണ് നാം എന്ന് മനസ്സിലാക്കണം. മാത്രവുമല്ല, അവിടെ നിസ്കാരത്തിലേക്ക് എത്തിപ്പെടുന്ന സമയത്ത് അള്ളാഹുവിന്റെ അദാബിനെ ഭയപ്പെട്ടുകൊണ്ടും അള്ളാഹുവിന്റെ റഹ്മത്തിനെ ആഗ്രഹിച്ചുകൊണ്ടും അള്ളാഹുലേക്ക് മാത്രം അങ്ങോട്ട് ഇറങ്ങിയിട്ട് മറ്റ് ലോകത്തിന്റെ എല്ലാ മാധകളെ കുറിച്ചും എല്ലാറ്റിനെ കുറിച്ചുമുള്ള ബന്ധങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് നാം മുഴുകിയിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണത്. അപ്പൊ അതിന്റെ സ്ഥലം പറയാനുള്ളല്ലോ. അതുപോലെ തന്നെ നമ്മളെ ഖുശൂഇന്റെ വിഷയം, അതായത് അള്ളാഹുലേക്കുള്ള ഭയഭക്തിയോടുകൂടെ, തളർവോടുകൂടെ, അതുപോലെ തന്നെ മനസ്സ് പൊട്ടിയൊലിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് അടുത്തുകൊണ്ട് തബത്തുൽ എന്നാണ് അതിൽ പറയാം. അതുകൊണ്ടാണല്ലോ ഹദീസിൽ തന്നെ വന്നു, അൽ മുസല്ലി യുനാജി റബ്ബഹു എന്നാണ്. നിസ്കരിക്കുന്ന ആള് മുനാജാത്ത് നടത്തുന്ന റബ്ബിനോടാണ്. ഈ ഒരു ബാബിന്റെ തുടക്കം കേട്ടുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ നിസ്കാരത്തിന്റെ വസ്തുതകൾ നമുക്ക് ചിട്ടപ്പെടുത്താൻ കഴിഞ്ഞൂടെ? ഞാനിത് വിശദീകരിക്കാനുള്ള കാരണം, നമ്മുടെ ക്ലാസ് ഇത് പഠിതാക്കളായി ഇബാറത്ത് കേൾക്കുന്ന ആളുകളും അല്ലാത്തവരും എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വിഷയം കൂടി ഇതിന്റെ ഉള്ളിലൂടെ അതിന്റെ ബയാനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമുക്കത് ഉപകാരം ചെയ്യുമാട്ടെ. അതുപോലെ തന്നെ ആ അള്ളാഹുവിന്റെ നോടുള്ള മുനാജാത്ത് ആയതുകൊണ്ട് തന്നെ ശുദ്ധമായ ഹൃദയം അവിടെ ഉണ്ടാവുകയാണ്. സ്വാഫിയായ ഒരു ഹൃദയം, അതായത് നമ്മുടെ ഹൃദയത്തിൽ ദുന്നവിയായ കദൂറാത്തുകൾ എന്ന് പറയും. ദുന്നവിയായിട്ടുള്ള മോശമായ ചിന്തകളും മറ്റുമൊക്കെ ഒരു വേള അങ്ങോട്ട് വിട്ടുപോവുകയാണ്. എന്നിട്ടോ അവന്റെ ചിന്തകളെ കൊണ്ട് ശുദ്ധീകരിക്കുകയാണ്. എന്നിട്ട് ആ മഖാമുൽ ജലാൽ, ആ അള്ളാഹുവിന്റെ ആ മുമ്പിൽ, ആ സവിധത്തിൽ നാം നിൽക്കുന്നു, എന്റെ മുമ്പിൽ അള്ളാഹുവാണ് എന്നുള്ള ഉത്തമ ബോധത്തോടു കൂടി നമ്മൾ മുനാജാത്ത് ചെയ്യുകയാണ്. എന്നാൽ ഈ നിസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനക്ക് വഴിപ്പെടുന്നു, അള്ളാഹുലേക്ക് അടുക്കുന്നു എന്നതിന്റെ അപ്പുറത്ത് വളരെ വ്യക്തമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ അതിന്റെ ഉള്ളിൽ കിടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആ നിസ്കാരം നമുക്കൊരു പ്രകാശമാണ്. നിസ്കാരം യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്ന ആളുടെ മുഖത്തിന് എന്തെന്നില്ലാത്തൊരു പ്രകാശം ഉണ്ടാവും. അതൊരു ബുർഹാനാണ്, അതൊരു ലക്ഷ്യമാണ്. മാത്രമല്ല നമ്മുടെ ശരീരത്തെ സംശുദ്ധമാക്കുന്നതാണ്. യഥാർത്ഥ നിസ്കാരമാണെങ്കിൽ നമ്മുടെ നഫ്സ്, നമ്മുടെ ഹൃദയം ശുദ്ധമായി. മാത്രമല്ല നമ്മുടെ ഉള്ളിനെ അത് ശുദ്ധയാക്കുന്നു. ആ നിസ്കരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഹറാമിനെ തൊടാൻ കഴിയില്ല, ഹലാലല്ലാതെ അവന് ഭക്ഷിക്കുകയില്ല, അവന് മറ്റുള്ള മോശമായ സകല പ്രവർത്തനങ്ങളിലും അവന് വിട്ടുനിൽക്കും. അതുപോലെ തന്നെ നിസ്കാരത്തിലേക്ക് അവൻ വരുന്നത് അതിന്റെ എല്ലാ നിലക്കുമുള്ള അതിന്റെ വഴികളെ ചൊവ്വാക്കിക്കൊണ്ടാണ് അവൻ വരുന്നത്. അതുകൊണ്ട് തന്നെയല്ലേ പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, നിസ്കാരത്തിലേക്ക് അങ്ങനെ വന്നാൽ ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കാരം കഷ്ടതരമായ വിഷയങ്ങളെ തൊട്ട്, വെറുക്കപ്പെട്ട വിഷയങ്ങളെ തൊട്ട് നമ്മൾ തടഞ്ഞു നിർത്തുന്നു എന്ന് പറഞ്ഞു. മാത്രവുമല്ല, യഥാർത്ഥത്തിലുള്ളൊരു നിസ്കാരം കൊണ്ട് അള്ളാഹുവിന്റെ മഅരിഫത്ത് നമുക്ക് വെളിവാവുകയാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല വാജിബുൽ വുജൂദാണ് എന്ന ആ ഒരു അർത്ഥ തലത്തിലേക്ക് നാം എത്തിപ്പെടുകയാണ്. പക്ഷെ നമ്മൾ നിസ്കരിക്കുമ്പോൾ അങ്ങനെ ആവുന്നുണ്ടോ? ആലോചിച്ച് നോക്കണം. വാജിബുൽ വുജൂദാണ്, അവൻ മനുഷ്യനെ കൊണ്ട് മുഴുവൻ അറിയുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഇബാദത്തിന് മുസ്തഹിഖായിട്ടുള്ളത്. അള്ളാഹുവിനെ പരിശുദ്ധമാക്കുന്നു. അള്ളാഹുവിന്റെ സിഫത്തുകളിൽ നമ്മളുടെ വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നു. അതുപോലെ തന്നെ നിസ്കാരം കൊണ്ട് മനുഷ്യന്റെ ജീവിതത്തിന്റെ ഉടനീളം ഇഖ്ലാസ്, നിഷ്കളങ്കത ഉണ്ടാവുകയാണ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം, ഹദീസ് പറഞ്ഞിട്ടുണ്ട്, ലാ ഈമാന ലിമൻ ലാ സ്വലാത്ത ലഹ്. വിശ്വാസം ഇല്ല നിസ്കാരമില്ലാത്ത ഒരാൾക്ക് എന്ന് പറഞ്ഞു. നിസ്കരിക്കുന്ന ആളാണെങ്കിൽ അവൻ വിശ്വാസം. അപ്പൊ നിസ്കാരം എന്നുള്ളത് നാം ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് ഫർഖും ബൈനൽ മുഅ്മിനി വൽ കാഫിർ എന്നൊക്കെ പറഞ്ഞതും നമ്മുടെ അലാമയാണ് എന്നതിന്റെ ഒക്കെയും ഉദ്ദേശം അത് തന്നെയാണ്. മാത്രമല്ല ദീനിന്റെ തൂൺ അതാണ്, അതിന്റെ നിലനിൽപ്പ് അതിമയാണ്. അതായത് ഇത് ഇല്ല എങ്കിൽ ലാ ദീന ഇല്ല ബിസ്വല എന്നാണ്.
നിസ്കാരം കൊണ്ടല്ലാതെ ദീനിന് നിലനിൽപ്പില്ല. അപ്പോൾ ദീന് നിലനിർത്തുന്നത് ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന് പറഞ്ഞ ആ ആശയം ഇവിടെ നിലനിൽക്കുന്നത് നിസ്കാരം കൊണ്ടാണ്. മനസ്സിലാക്കണം. മറ്റേ ഹദീസ് ഇനിയും കാണല്ല, ഈമാന ലിമല്ല അമാനത ലഹു വല സ്വലാത്ത ലിമല്ല തുഹൂറ ലഹു വല ദീന ലിമല്ല സ്വലാത്ത ലഹു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് അമാനത്ത്, വിശ്വസ്തതയില്ലാത്ത ഒരാൾ, ഒരു കാര്യത്തിൽ വിശ്വസിക്കാൻ കൊള്ളാത്ത ആളാണെങ്കിൽ ഓനെ മുഅ്മിനെന്ന് വിളിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ശുദ്ധിയില്ലാത്ത ഒരാളാണെങ്കിൽ ഓൻ നിസ്കരിച്ചു എന്ന് പറയാൻ പറ്റില്ല. നിസ്കരിക്കാത്ത ഒരാളാണെങ്കിൽ ഓൻ ദീനുണ്ട് എന്നും പറയാൻ പറ്റൂല. അപ്പോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം, നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ കുറിച്ച് നോക്കിയാൽ ആ മനുഷ്യന്റെ ശരീരത്തിലെ തലയുടെ സ്ഥാനമാണ്. തല അല്ലെങ്കിൽ ഓനുണ്ടോ? നമ്മൾ പറയലല്ലേ, തല ഇല്ലെങ്കിൽ ഓനില്ല. അപ്പോ തലയുടെ സ്ഥാനം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപാട് ഹദീസുകൾ ഇതിന്റെ വിശദീകരണം നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഓരോ വസ്തുവിനും ഓരോ അമൂദ് തൂണുണ്ട്. എന്നാൽ ദീനിന്റെ അമൂദ് ഏതാണ്? നമ്മളെ വീടിന് അമൂദുണ്ട്, നമ്മളെ ഹോട്ടലിന് അമൂദുണ്ട്. അതുപോലെ നമ്മുടെ എല്ലാ കെട്ടിടങ്ങൾക്കും മറ്റുമൊക്കെ ഓരോരോ അമൂദുകൾ നമ്മൾ കൊടുക്കും. എന്നാൽ അമൂദ് ദീൻ ഏതാണ്? നിസ്കാരമാണ്. എന്നാൽ നിസ്കാരം ദീനിന്റെ അമൂദ് നിസ്കാരമാണെന്ന നിസ്കാരത്തിന്റെ അമൂദ് ഖുശൂ ആണ്. അങ്ങനെയാണ്. മാത്രവുമല്ല, അതും തന്നെ നിസ്കരിക്കുമ്പോൾ നമുക്ക് തഖ്വ അധികരിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കുകളിലെ ഖൈറുക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങൾ ഏറ്റവും ഉത്തമന്മാർ ആരാണ്? നിങ്ങൾ തഖ്വയുള്ളവരാണ്. അങ്ങനെയാണല്ലോ പറഞ്ഞത്. പരിശുദ്ധ ഖുർആൻ നമുക്ക് പാഠം നൽകി അങ്ങനല്ലോ. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അതൊക്കെ നമുക്കറിയാം. അപ്പോ ദീനില് നിസ്കാരത്തിന്റെ സ്ഥാനത്തിന്റെ ഇളമാണ്, അതിന്റെ മഹത്വമാണ്, അതിന്റെ വലുപ്പമാണ് നമ്മൾക്ക് മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ആ നിസ്കാരം ഉപേക്ഷിച്ച ആളെ കുറിച്ചിട്ടുള്ള ഫുഖഹാന്റെ നിരീക്ഷണം പോയത് അവൻ കാഫിറാണ് എന്നാണ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഹദീസിന്റെ പ്രകടമായ ഭാഗം. അതിന്റെ ഖുർആനും അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കില്ല എന്ന് പറഞ്ഞിട്ട് അഖീമുസ്സല എന്ന് പറഞ്ഞ ഒരു ആയത്ത് നമുക്ക് സൂറത്ത് റൂമിലൊക്കെ കാണാൻ സാധിക്കും. ലൈസ ബൈനൽ അബ്ദി വൽ കുഫ്രി ഇല്ലാ തർക്കുസ്സല. ഒരാള് മുസ്ലിമാണോ കാഫിറാണോ എന്നതിന്റെ ആ അറിയിപ്പ് എങ്ങനെയാണ്? നിസ്കാരം ഉപേക്ഷിക്കുന്നത് എന്നുകൊണ്ടാണ്. അപ്പോ അവനത് ഉപേക്ഷിക്കുകയാണെങ്കിൽ അവൻ കുഫ്രി താമസിച്ചു. അപ്പോ കസ്ലാനായിട്ടാണെങ്കിൽ നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ മടിയനായിട്ടാണ്. അപ്പോ അതിനെ കുറിച്ച് എന്താ പറയുക? അള്ളാഹുവിന്റെ നിഅമത്തിനെ അവൻ ധിക്കരിച്ചെന്നേ ഉള്ളൂ. മാത്രം കാരണമല്ല, അള്ളാഹു ചെയ്ത നിഅമത്തിന് ശുക്ർ ചെയ്യൽ നമുക്ക് വാജിബാണ്. അപ്പോ നിസ്സാരമാക്കിയതായിട്ടോ അല്ലെങ്കിൽ അതിന്റെ വലുപ്പം അത് അത്രക്കേ ഉള്ളൂ എന്നതിന്റെ കൂട്ടത്തിലാണെങ്കിലും അത് അള്ളാഹുവിലുള്ള ഷിർക്കാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോ ഇത്തരം വസ്തുതകളൊക്കെയാണ് പരിശുദ്ധ ഈ സ്വലാത്തിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനുള്ളത്. ഇഷ്ടംപോലെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ അതിൽ മനസ്സിലാക്കാനുണ്ട്. ബാബു സ്വലാത്ത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നമുക്ക് പലപ്പോഴായിട്ട് പല കാര്യങ്ങൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അതാണ് ബാബു സ്വലാത്തി, നിസ്കാരത്തിന്റെ ബാബ്. ശ്രദ്ധിക്കണം, ബാബു സ്വലാത്തി നിസ്കാരത്തെ സംബന്ധിച്ച് പറയുന്ന അധ്യായമാണ്. ഹിയ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഷറയിൽ അല്ലാഹു റസൂൽ പറഞ്ഞത് എന്താണ്? ഷറയിൽ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അഖ്വാലും വ അഫ്ആലുൻ, ചില അഖ്വാലുകളാണ്, വ അഫ്ആലുൻ ചില പ്രവർത്തനങ്ങളാണ്, മഖ്സൂസത്തുൻ പ്രത്യേകമാക്കപ്പെട്ട ചില വാക്കുകളാണ്, അതുപോലെ തന്നെ ചില പ്രവർത്തികളാണ്. അതോ മുഫ്തതിഹത്തുൻ ബിത്തക്ബീരി, ആ തക്ബീർ കൊണ്ട് തുടങ്ങപ്പെട്ടതാണ്, മുഫ്തതിമത്തുൻ ബിത്തസ്ലീമി സലാം കൊണ്ട് അവസാനിപ്പിക്കപ്പെടുന്നതുമാണ് എന്നാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പോ നമുക്കറിയാം, ലുഗത്തില് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അതിനൊരു അർത്ഥമുണ്ട്. ഭാഷാർത്ഥ പ്രകാരം സ്വല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദുആ എന്നാണ്, പ്രാർത്ഥിക്കുക എന്നാണ്. പരിശുദ്ധമായ ഈ നിസ്കാരം നോക്കുകയാണെങ്കിൽ നിസ്കാരത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെയും പ്രാർത്ഥനയാണ്. നാം നിസ്കാരത്തിലേക്ക് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ദുആഉൽ ഇഫ്തിതാഹാണ്, അത് പ്രാർത്ഥനയാണ്. അവസാനം നമ്മൾ ദജ്ജാലിനെ തൊട്ട് കാവൽ തേടാണ്, ഫിത്നത്തുൽ മഹ്യാ വൽ മമാത്തി വഫിത്നത്തുൽ മസീഹ് ദജ്ജാൽ, അവിടെയും പ്രാർത്ഥനയാണ്. നിസ്കാരം ഇങ്ങനെ തുടങ്ങി ഫാത്തിഹ സൂറത്ത് ഓതി ഇങ്ങനെ വരുന്ന സമയത്ത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം പ്രാർത്ഥനയാണ്. രണ്ട് സുജൂദിന്റെ ഇടയിൽ ഇരുത്തുമ്പോൾ റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വഹ്ദിനി വആഫിനി പ്രാർത്ഥനയാണ്. സകലതും പ്രാർത്ഥനയാണ്. നിസ്കാരം തുടങ്ങുന്നതും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പ്രാർത്ഥന കൊണ്ടാണ്. അപ്പോ പ്രാർത്ഥനയെ കൊണ്ട് ചുറ്റി നിൽക്കുന്ന ഒരു മഹത്തായ ഇബാദത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ ആ ഭാഷാർത്ഥത്തോടും ഇതിന്റെ യോജിപ്പ് അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അഖ്വാലും അഫ്ആലും എന്ന് പറഞ്ഞാല് അത് ഹഖീഖി നിലക്കുള്ള അഫ്ആലുകളാവാം, അല്ലെങ്കിൽ ഹുക്കുമൻ നിലക്കുള്ളതാവാം. കാരണം ഹുക്കുമൻ നിലക്ക് എന്ന് പറഞ്ഞാൽ ചിലവർക്ക് അഫ്ആലുകൾ റുകൂഉ സുജൂദ് ഒന്നും ചെയ്യാൻ കഴിയാതെ കടന്നിട്ടായിരിക്കും നിസ്കരിക്കുന്നത്. അങ്ങനെയും വരാലോ, കടന്ന് നിസ്കരിക്കുന്ന ആളുകൾ ഉണ്ടാവും. അപ്പോ അല്ലെങ്കിൽ കണ്ടുകൊണ്ട് ഇഷാറത്താക്കി നിസ്കരിക്കുന്നവരുണ്ടാവും.
അതിനും കഴിയാതെ മനസ്സിൽ മാത്രം ഓർമ്മ ഉണ്ടെങ്കിൽ അങ്ങനെ നിസ്കരിക്കുന്നുണ്ടാവും. അപ്പോ അതെല്ലാം ഇതിൽ പെട്ടത് തന്നെയാണ്. അപ്പോ ഗാലിബിനെ നോക്കിയിട്ടുള്ള താരിഫാണ് ആ പറഞ്ഞത്. അപ്പോ ആരെങ്കിലും ഉദർ കൊണ്ട് ഒഴിവായാൽ ഇതിൽ നിന്ന് ഒഴിമുഞ്ഞു എന്ന് അർത്ഥം അതിനില്ല. എന്നാ പോലെ തന്നെ അക്വാലു, ഒരാൾ നാപ്പൊട്ടനാണ്, എന്നാ പിന്നെ കൗലുണ്ടാക്കാൻ കഴിയും, എന്നാ പിന്നെ അവൻ പെടൂല, അവനും പെടും. അത് ആമായിട്ട് പറഞ്ഞ ഒരു മസലയാണ് എന്നും കൂടി അതിന് മനസ്സിലാക്കാനുണ്ട്. അപ്പൊ ഷറഇലെ ഇതിന്റെ ഉദ്ദേശം, അതിന്റെ അർത്ഥം അതാണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോ പിന്നെ പ്രത്യേകമാക്കപ്പെട്ട ചില അഫ്ആലുകളാണ് അക്വാലുകളാണെന്ന് പറയുമ്പോ നമ്മൾ അതിന് തിലാവത്തിന്റെ സുജൂദ്, അതുപോലെ തന്നെ സ്വലാത്തുൽ ജനാസ, ഇതൊക്കെ ഈ വർഷത്തിൽ നിന്ന് ഒഴിവാണ്. കാരണം അതിലുള്ളതും ഇതിലുള്ളതും രണ്ട് വശത്തായിട്ടാണ് നിൽക്കുന്നത്. അതാണ് മഖ്സൂസത്ത് എന്ന് പറഞ്ഞത്. അതിലുള്ള ഖുസൂസിയത്ത് അല്ല ഇതിലുള്ളത്, ഇതിലുള്ള പ്രത്യേകത അല്ല അതിലുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ആ മഖ്സൂസ എന്ന് പറഞ്ഞത് എന്ന് നമുക്ക് പിന്നെ ഷറഹിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോ ലുഗത്തില് ദുആ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. കാരണം അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കലാമ് തന്നെ ഉണ്ട്. വസ്വല്ലി അലൈഹിം ഇന്ന സ്വലാത്തക സകനുൽ ലഹും എന്നൊരു ആയത്തുണ്ട്. അവിടെ എന്താണ്? സ്വല്ലി അലൈഹിം, അവരുടെ മേൽ നിസ്കരിക്കുക എന്നല്ല അർത്ഥം. പിന്നെന്താണ്? ഉദ്ഉ ലഹും എന്നാണ്, അവർക്ക് പ്രാർത്ഥിക്കുക എന്നാണ്. അപ്പൊ ഖുർആനിൽ തന്നെ വന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫുഖഹാ ഈ വിഷയം നമുക്ക് പഠിപ്പിക്കുന്നത് എന്നർത്ഥം. വൈകാന സ്വായിമൻ ഫൽ യസിൽ എന്നുണ്ട്, ഫൽ യുസല്ലി എന്നുണ്ട്. നോമ്പുകാരനാണെങ്കിലും അവൻ ഹദീസിൽ വന്നു വൈകാന സ്വായിമൻ ഫൽ യുസല്ലി എന്നുണ്ട്. നോമ്പുകാരനാണെങ്കിൽ ഓനബൻ നിസ്കരിക്കട്ടെ എന്നല്ല, അവന് പ്രാർത്ഥന ചെയ്യട്ടെ എന്നാണ് അവരുടെ അർത്ഥം. അപ്പൊ ഷറഇലെ വിഷയമാണ് പറഞ്ഞത്. അഖ്വാലും അഫ്ആലും മഖ്സൂസത്തും മുഫ്തതിഹത്തും ബിത്തക്ബീരി മുഫ്തതിബത്തും ബിത്തസ്ലീമി. ഇത് നമ്മുടെ ഷാഫിഈ മദ്ഹബിന്റെ കിതാബിലാണെങ്കിലും ഹനഫിയിലാണെങ്കിലും ഹംബലിയിലാണെങ്കിലും മാലിക്കിലാണെങ്കിലും എല്ലാവരും തഅരീഫ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് തന്നെയാണ്. തഅരീഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാ യുഫീദു തസവ്വുറുഹു തസവ്വുറ ദാലിക ഷൈ. ഒരു വസ്തുവിനെ തസവ്വുറാക്കുമ്പോൾ അതുകൊണ്ട് മറ്റേ വസ്തു നമുക്ക് തിരിയുന്നു, ഇതാണല്ലോ താരീഫ്. അപ്പൊ ആ താരീഫാണ് എന്ത്? ഈ പിന്നെ നിർവചനം കൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അത് അഖ്വാലും അഫ്ആലും മഖ്സൂസത്തും മുഫ്തതിഹത്തും ബിത്തക്ബീരി മുഫ്തതിമത്തും ബിത്തസ്ലീമി. ഇത് കാണാതെ പഠിക്കണം. ഇതെപ്പോഴും നമുക്ക് ഉറക്കിൽ എഴുന്നേറ്റ് എന്താ നിസ്കാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്കാരം എന്ന് പറഞ്ഞാൽ തക്ബീർ ചൊല്ലുന്നു, സുർക്കൂ ചെയ്യുന്നു, അങ്ങനെയല്ല പറയേണ്ടത്. നിസ്കാരം എന്ന് പറഞ്ഞതിന്റെ തഅരീഫ്, നിർവചനം അതെന്താണ്? അതെന്താണ്? അഖ്വാലും അഫ്ആലും മഖ്സൂസത്തുൻ മുഫ്തതിഹത്തുൻ ബിത്തക്ബീരി മുഫ്തതിമത്തുൻ ബിത്തസ്ലീമി. എന്ത് സുന്ദരണ്ട് അല്ലെ? നല്ല ഭംഗിയിൽ നമുക്കത് പറയാലോ. നല്ല പിന്നെ ഉള്ളിലിങ്ങനെ തട്ടിക്കെട്ടി നിൽക്കുന്ന ലഫ്ളുകളെ കൊണ്ടാണ് അത് പ്രയോഗിച്ചത് അല്ലെ? അപ്പൊ തന്നെ ആ നിസ്കാരത്തിന്റെ ഒരു ഗാംഭീര്യം അതിന്റെ ഉള്ളിൽ ആ ലഫ്ളിന്റെ പ്രയോഗത്തിലുണ്ട്. ഇങ്ങനെ കണ്ടില്ലേ? അഫ്ആൽ അഖ്വാലുൻ, ഖാഫ് ഖുതുബിന്റെ അക്ഷരത്തിൽ ഖാൽ അഖ്ഫ അഖ്വാലുൻ വ അഫ്ആലുൻ. ആലോചിച്ച് നോക്കണം, ചില കൗലുകളാണ്. അപ്പൊ വാക്കുകൾ കൊണ്ട് ഒതുങ്ങിയിട്ടുള്ള ഒരു ഇബാദത്താണ്. വ അഫ്ആലുൻ, ചില പ്രവൃത്തികളുമാണ്. പ്രവൃത്തികൾ ചില പ്രവൃത്തികളാണ്, എല്ലാ പ്രവൃത്തിയില്ല, ചില പ്രവൃത്തികളാണ്. അതും പിന്നെയും പറഞ്ഞ എന്താണ്? മഖ്സൂസത്തുൻ, പ്രത്യേകമാക്കപ്പെട്ട, ചില പ്രത്യേകമാക്കപ്പെട്ട. പിന്നെയോ മുഫ്തതിഹത്തുൻ, അതിന് തുടങ്ങപ്പെട്ടതാണ്, അതിന് തുടങ്ങുന്നു. ബിത്തക്ബീരി, തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട്. മുഫ്തതിമത്തുൻ ബിത്തസ്ലീമി, സലാം കൊണ്ട് അവസാനിപ്പിക്കുന്നതാണ്. അപ്പൊ നിസ്കാരത്തിന് ദുആ എന്ന് പേര് വെക്കാനുള്ള കാരണം ഞാനിപ്പോ പറഞ്ഞു തന്നെ. കാരണം ദുആന്റെ മേൽ അത് ചുറ്റിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാല്, രണ്ട് ഷഹാദത്തിന്റെ കാരണം കൊണ്ടുമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് എന്ന് നമുക്ക് മറ്റൊരു നിലക്ക് മനസ്സിലാക്കാം. കാരണം ഒരു മുസല്ലി നിസ്കരിക്കുന്ന ആള്, അവന്റെ ആ ഒഴഞ്ഞു കിടക്കുന്ന ഖയാല് ശുദ്ധമാവുകയാണ്. അവന്റെ കൂവത്ത് ഖയാലി എന്ന് പറയും. നമ്മളൊരു കാര്യം കണ്ടാല്, ഇപ്പോ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോ ഒരു പാമ്പിനെ കണ്ടു. പാമ്പിനെ കണ്ടു കഴിഞ്ഞാല് നമ്മളോട് പറയില്ലേ, പാമ്പ് അതിനെ കടിക്കും ഓടിക്കും എന്ന് പറയും. അതായത് പാമ്പ് എന്ന് പറഞ്ഞ സാധനം ആദ്യം നമ്മളെ ഹിസ്സ മുസ്തറക്ക എന്ന് പറയും, അതിൽ പതിയുന്നു. അതിന്ന് പിന്നെ വരുന്നത് എവിടേക്കാണ്? അതിന്റെ ഫോട്ടോ, അത് പിന്നെ കൂവത്ത് പിന്നെ മുഫക്കറ. അപ്പൊ ആ മുഫക്കറ ആലോചിച്ചിട്ട് പറഞ്ഞു, അതാ പാമ്പാണ് കേട്ടോ, ചിന്തിച്ചു ആലോചിച്ചോ. എന്നിട്ട് അപ്പോഴേക്കിന് എന്തൊക്കെ കൂവത്ത് ഖയാലി. അങ്ങനെ അവിടുന്ന് പെട്ടെന്ന് നമുക്കൊരു റിപ്പോർട്ട് തരികയാണ്, ഓടിക്കോൻ. ഇതൊക്കെ സെക്കൻഡ് വേണ്ട, സെക്കൻഡിനെ 10,000 വംശിച്ചിട്ട് സെക്കൻഡിനോട് നമ്മൾ മനസ്സിലാക്കി. പാമ്പ് കണ്ടതൊക്കെ പാടെ ആലോചിച്ചാൽ നിൽക്കുന്നില്ല. അപ്പോ ഇവിടെ ഈ നിസ്കാരം എന്ന് പറഞ്ഞതില് എന്ത് വരുന്നുണ്ട്? നമ്മുടെ ഖൽബ് ഇങ്ങോട്ട് ഖാലിയായിട്ട് ആ ഷഹാദ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ആലോചിച്ചു, ഷഹാദത്ത്, അത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന ആശയം മനസ്സിൽ ഇങ്ങനെ കെട്ടി നിൽക്കുന്ന, നിറക്കുടമായിട്ട് നിൽക്കുന്ന ഒരു ഇബാദത്തായിട്ട് വരികയാണ്. അപ്പോൾ അതുകൊണ്ടും ആ അർത്ഥത്തിലും അങ്ങനെ പറയാം. കാരണം അതില് ഖുശൂ വരുന്നു, അതുപോലെ തന്നെ അള്ളാഹുവിലുള്ള ഭയം അതിൽ വരികയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പിന്നെയോ ഇമാദുദ്ദീനാണ്. താഅത്തിന്റെ അതിന്റെ ഖുർറത്തായിട്ട് പരിശുദ്ധമായ നിസ്കാരത്തിന് കാണാം. നമ്മൾ എന്ത് താഅത്ത് എടുക്കുന്നുണ്ടെങ്കിലും ആ താഅത്തിന് ഒരു വെള്ളി വെളിച്ചമുണ്ട്. ആ വെള്ളി വെളിച്ചമാണ് നിസ്കാരം. അങ്ങനെയാണ്.
അപ്പോ നമുക്ക് ഇനി ഇങ്ങോട്ട് പോരാം. മഖ്സൂസത്തുൻ മുഫ്തതിഹത്തുൻ ബിത്തക്ബീരി മുഖ്തതിമത്തുൻ ബിത്തസ്ലീമി. തസ്ലീം കൊണ്ട് അവസാനിപ്പിക്കപ്പെടുന്ന, തക്ബീർ കൊണ്ട് തുടങ്ങപ്പെട്ട, പ്രത്യേകമാക്കപ്പെട്ട ചില പ്രവൃത്തികളും ചില വാക്കുകൾക്കുമാണ് ശറഇല് എന്ത് പറയാ? നിസ്കാരം എന്ന് പറയാം. അപ്പൊ ഒന്നുകൂടി അർത്ഥം വെക്കണം. ബാബു സ്വലാത്തി, നിസ്കാരത്തെ കുറിച്ച് പറയുന്ന അധ്യായമാണ്. ഹിയ, നിസ്കാരം എന്ന് പറഞ്ഞാൽ ശറഇല്, അതായത് അള്ളാഹും റസൂലും പറഞ്ഞു തന്നത് എന്നർത്ഥം വെച്ചാൽ മതി. എന്നാലും കാര്യം അപ്പൊ ശറഇൽ അങ്ങനെയാണ് വെച്ചാൽ ഭാഷാർത്ഥത്തിലല്ല, ഭാഷ അർത്ഥപ്രകാരമല്ല, അതിന്റെ ഇസ്തിലാഹിയായിട്ട് തന്നെ അതിന് വന്നിട്ടുള്ള അർത്ഥം അഖ്വാലുൻ വ അഫ്ആലുൻ, ചില വാക്കുകളും ചില പ്രവൃത്തികളുമാണ്. മഖ്സൂസത്തുൻ, ആ വാക്കുകളും പ്രവൃത്തികളും എങ്ങനത്തതാണ്? മഖ്സൂസത്തുൻ, പ്രത്യേകമാക്കപ്പെട്ടതാണ്. പിന്നെയോ മുഫ്തതിഹത്തുൻ, അത് തുടങ്ങപ്പെട്ടതാണ്. ബിത്തക്ബീരി, തക്ബീർ കൊണ്ട്. പിന്നെ എന്തുമാണ്? മുഖ്തതിമത്തുൻ, അവസാനിപ്പിക്കപ്പെട്ടതാണ്. എന്തുകൊണ്ട് മുഖ്തതിമത്താണ്? ബിത്തസ്ലീമി, തസ്ലീം കൊണ്ട്. അപ്പൊ പിന്നെ വസുമ്മിയത്ത്, ഈ അഖ്വാലിനും അഫ്ആലിനും പേര് വെക്കപ്പെട്ടു. എന്തുകൊണ്ട് പേര് വെക്കപ്പെട്ടു? ബിദാലിക, അതായത് നിസ്കാരം എന്ന ലഫ്ള് കൊണ്ട്, ഈ വാക്കുകൊണ്ട് പേര് വെക്കപ്പെട്ടു. എന്താണ് അങ്ങനെ പേര് വെക്കാനുള്ള കാരണം? എന്തുകൊണ്ട് സുമ്മിയത്ത്? ലിസ്തിമാലിഹ, ആ അഖ്വാല് അഫ്ആലുകൾ ചുറ്റി നിൽക്കുന്നതിന് വേണ്ടി. സ്വലാത്തി എന്ന ലഫ്ളിന്റെ മേല് എങ്ങനെ ലുഗത്തൻ, ഭാഷ അർത്ഥപ്രകാരമുള്ള സ്വലാത്തിന്റെ മേൽ അത് ചുറ്റിയിട്ടുണ്ട്. വഹിയ, എന്താണ് ഭാഷാർത്ഥ പ്രകാരം സ്വലാത്തിന്റെ അർത്ഥം? ദുആഉ, എന്താണ്? ദുആ, പ്രാർത്ഥനയാണ്. അതവിടെ കഴിഞ്ഞു. ഇപ്പൊ നിസ്കാരത്തിന്റെ താരീഫ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിന്റെ ചില പ്രത്യേകതകളും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇനി വൽ മഫ്റൂദാത്തുൽ ഐനിയ്യതു, നമ്മളെ തടിയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഫറലുകളാകുന്നത് ഖംസുൻ, 5 എണ്ണമാണ്. മറ്റേക്ക് റവാത്തിബ്, ദുഹ, വിത്ർ, തഹജ്ജുദ്, ഇതൊക്കെ സുന്നത്താണ്. പക്ഷെ ഇത് ഉണ്ടെങ്കിലേ മറ്റത് ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ ഇത് അടിസ്ഥാനമാണ്. ഇത് ഇല്ലെങ്കിൽ പിന്നെ മറ്റെന്ത്? ഒരാൾ ദുഹറും അസ്റും നിൽക്കത്തില്ല, തഹജ്ജുദ് നേരമ്പോഴോളം നിൽക്കച്ചിട്ടുണ്ട്, എന്നോട് ഫായിദ. അതുകൊണ്ട് ഒരു ഗുണമല്ല. ഞാൻ തഹജ്ജുദ് കരിച്ചനല്ലേ, രാത്രിയല്ലേ എന്നൊരാള് പിന്നെ കൊടി പിടിച്ചു എന്ന് പറഞ്ഞ കാര്യമുണ്ടോ? അവന്റെ ശരീരത്തിന്റെ മേൽ ഫറലായ ഐനാണ്. ഫറൽ ഐൻ, തടിയുടെ മേൽ വുജൂബായതാണ്, ഫറൽ കിഫായി അല്ല. ആരെങ്കിലും ചെയ്താൽ ഒഴിവാകും. ഇപ്പൊ മയ്യിത്ത് നിസ്കാരം അങ്ങനെയാണ്. ആരെങ്കിലും ഒരാൾ നാട്ടിൽ നിസ്കരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരൊക്കെ ഒഴിവായി. ആരെങ്കിലും ഒരാൾക്ക് അറിഞ്ഞാൽ മതി, ഡോക്ടർ ഭാഗം നമ്മുടെ നാട്ടില്, എന്നാൽ ബാക്കിയുള്ളവരൊക്കെ ഒഴിവായി. ആർക്കെങ്കിലും ഒരാൾക്ക് ഫത്വൽ മീൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ ഒഴിവായി. ആർക്കെങ്കിലും ഒരാൾക്ക് കിബില കണ്ടുപിടിക്കാനുള്ള എൽമുണ്ടായാൽ മതി, എന്നാ പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഇന്ന് ഒഴിവായി. ഫറായിദിന്റെ മസല ആ നാട്ടിൽ ആർക്കെങ്കിലും ഒരാൾക്ക് അറിഞ്ഞാൽ മതി, എന്നാലും ബാക്കിയുള്ളവരൊക്കെ ഇന്ന് ഒഴിവായി. ഫർദ് കിഫായി ആണ്. അതേ സമയത്ത് നിസ്കാരം എന്ന ആ ഇബാദത്ത് ഫർദ് ഐനാണ്. നമ്മളെ തടി നമ്മൾ തന്നെ അങ്ങോട്ട് ചെയ്യണം, നമ്മൾ തന്നെ അങ്ങോട്ട് ചെയ്യണം, അല്ലേ? ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു എന്ന് ആരെങ്കിലും ഒരാൾ ഭക്ഷണം കഴിച്ചാൽ അത് മതിയാവും. നമ്മളെ വയറ്റിലേക്ക് ചെന്നാൽ തന്നെ നമുക്ക് ഭക്ഷണം നിറച്ചു വരെ പറ്റുള്ളൂ. അത് നമ്മൾ അതിനോട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ഇപ്പൊ പെട്ടെന്ന് നമുക്കത് തിരിയും. ഭക്ഷണം എന്നും പറയുമ്പോൾ അത് നല്ലോണം വിശപ്പുണ്ടെങ്കിലോ ഒന്നുകൂടി കൂടുതൽ തിരി. 2 ദിവസം ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിലോ തിരിഞ്ഞുമല തിരി. അങ്ങനെയാണ്. വൽ മഫ്റൂദാത്തുൽ ഐനിയ, അപ്പൊ ഐനിയായ തടിയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഫറലുകളാകുന്നത് ഖംസുൻ, 5 ഫീ കുല്ലി യൗമിൻ വലൈലത്തിൻ, ഓരോ പകലിലും രാത്രിയിലുമായിട്ട്. പിന്നെയോ മഅലൂമത്തുൻ, ആ മഫ്റൂദാത്തുൽ ഐനിയയാകുന്നത് മഅലൂമത്തുൻ, അത് അറിയപ്പെട്ടതാണ്. മഫ്റൂദാത്ത് എന്ന് പറഞ്ഞതിന് 2ാം ഖബറാക്കി വെച്ചാൽ മതി, മഅലൂമത്തുൻ. അപ്പൊ അത് അറിയപ്പെട്ടതാണ്, അല്ലെ? മഫ്റൂദാത്തു, അല്ലെ? റഫീദാമില് മുബ്തദ, വൽ മഫ്റൂദാത്തു മുബ്തദ, അങ്ങനെ നമ്മൾ അർത്ഥം വെക്കല്. അതാകുന്നത് ഖംസുൻ, 5. ഖംസുൻ എന്നുള്ള ഖബർ, റഫീദാമില് മുബ്തദയില് ഇന്ന് നമ്മൾ പറയണ്ടല്ലോ. അപ്പൊ ആ തർക്കീബ് പ്രകാരം മനസ്സിലാക്കണം. ഇബ്തിദ നമ്മൾ പറയും റഫീദാമില്. അപ്പോ പോട്ടെ. മഅലൂമത്തുൻ, അത് അറിയപ്പെട്ടതാണ്. എന്തിൽ നിന്നും അറിയപ്പെട്ടതാണ്? മിനദ്ദീനി, ദീനിൽ നിന്നും അറിയപ്പെട്ടതാണ്. മിനദ്ദീനി, അതായത് മിൻ അദില്ലത്തി ദീനി എന്നർത്ഥം. മിനദ്ദീനി, ദീനിന്റെ ലക്ഷ്യങ്ങളിൽ നിന്നും അറിയപ്പെട്ടതാണ്. ദീനിന്റെ ദലീലുകളിൽ നിന്നും അറിയപ്പെട്ടതാണ്. എന്ത്? 5 എണ്ണമാണ് എന്ന് അവിടെ മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആൻ എടുത്തു നോക്കിയാല് 5 എന്നുള്ള പദം പ്രയോഗിച്ചിട്ടൊരായത്തില്ല. അങ്ങനെയാണല്ലോ. ഇലാ ഖസക്കല്ലൈലി
ദുലൂഖു ഷംസ് അല്ലെ ബുക്രത്തും അഷിയ, ഇങ്ങനെയൊക്കെയുള്ള പദപ്രയോഗങ്ങളാണ്. സുലഫും മിനൽ, ഇങ്ങനെയൊക്കെയുള്ള ആ പദങ്ങളെ കൊണ്ടാണ് നമുക്ക് പാഠം നൽകിയിട്ടുള്ളത് വിശുദ്ധ ഖുർആനിൽ. എന്നാൽ ദലീൽ അടിസ്ഥാനത്തിൽ അത് 5 എന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട് ദീനില്. അത് മാത്രമല്ല, ഇനി ശ്രദ്ധിക്കണം, ഖുർആനിന്റെ നെസ്സ് കൊണ്ടും ഇജ്മാ കൊണ്ടും ഇത് സുബൂത്തായതും ആണ്. ഖുർആന്റെ നെസ്സ് തന്നെയാണ്. പക്ഷെ നമ്മൾക്ക് ആ നെസ്സ് എന്തെന്ന് ചിലപ്പോൾ മനസ്സിലാക്കാൻ കഴിയില്ല. അത് തന്നെയാണ് ഈ പറയുന്നതും 5 എന്ന പദപ്രയോഗം കൊണ്ട് അല്ലാതെ തന്നെ തിരിയുന്നു. അങ്ങനെ പല ആശയങ്ങളും അതിന് തിരിയുന്നതും അങ്ങനെയാണല്ലോ മനസ്സിലാക്കേണ്ടതും. അപ്പോ വ്യക്തമായിട്ട് ഖുർആനിലുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. മയ്യിത്ത് നിസ്കാരം ഖുർആനിൽ കാണോ? മയ്യിത്ത് നിസ്കാരത്തിന്റെ ആയത്തോതാൻ കഴിയും? ഇതെല്ലാവരും ചെയ്യുന്നുണ്ട്. ആ മയ്യിത്ത് നിസ്കാരത്തിന് ഖുർആനിൽ ലക്ഷ്യം വേണ്ട. പിന്നെ അവന് വേണ്ടത് ഏതാണ്? മയ്യിത്ത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പിന്നെ കബറിങ്ങ പോയിട്ട് ചെയ്യുന്നതിനാണ്. അപ്പൊ ഇത് ചെയ്യാൻ ലക്ഷ്യമുണ്ടോ എന്ന് ആദ്യം ആലോചിക്കുന്നില്ല. സഫാഹത്തും ജഹാലത്തും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ചുറ്റുപാട്, അതാണല്ലോ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ബിൽ ലറൂറത്ത് നിലക്ക് എന്ന് പറഞ്ഞാല്, ഒറ്റ വാക്കിൽ പറഞ്ഞാല്, നദർ ഫിഖറിനിക്ക് തഅല്ലുഖ് ഇല്ലാത്തത്. നമുക്കൊരു വിഷയം മനസ്സിലാക്കണമെങ്കിൽ ചിന്തിക്കണം, ഫിഖർ കൊടുക്കണം. അങ്ങനെ ഒന്ന് ആലോചിച്ചാൽ കിട്ടുന്ന വിഷയമാകുമ്പോൾ അതിന് നദരിയാത്ത് എന്ന് പറയാം. അതേ സമയത്ത് അതിനൊന്നും ബന്ധമല്ല. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ദാഹം മാറും എന്ന് പറഞ്ഞപ്പോ ഇനി ഒരാൾ ആലോചിക്കാണ്, വെള്ളം കുടിച്ചാൽ ദാഹം മാറൂലേ? എനിക്ക് പിടുത്തം കിട്ടുന്നില്ലല്ലോ. അപ്പൊ അയാൾ എന്താക്കി, എളുപ്പം അമേരിക്കക്ക് കയറി, അവിടെ അല്ലേ ഗവേഷണ കേന്ദ്രം, അങ്ങോട്ട് പോകാൻ ആരും തീരുമാനിക്കും. ഇനി അതല്ലെങ്കിൽ അത് കിട്ടി, ഇനിയിപ്പോ ഏതായാലും ഇപ്പൊ അത് മനസ്സിലാവണില്ല, നമുക്ക് നല്ലൊരു കാര്യം ചെയ്യാം, പള്ളിക്കൽ ഉസ്താദിലേക്ക് പോവുക, അവിടെങ്കിലും പോയിട്ട് ചോദിച്ചു, അല്ല ഉസ്താദെ ഇങ്ങനെ വെള്ളം കുടിച്ചാൽ ദാഹം മാറുമോ എന്ന് ചോദിക്കാൻ ആരും പോവും? അതിനെതിരെയല്ല, നമുക്ക് തിരിഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അത് ലറൂറത്ത് നിലക്കെന്ന് പറഞ്ഞാൽ ചോദിക്കാതെ പഠിക്കാതെ ഏത് കുട്ടിക്കും ചട്ടിക്കും മമ്മദിനും പോക്കറിനും മമ്മദിനും ചെയ്തിനും ഒക്കെ തിരിയണത് എന്നർത്ഥം. ഏത് വീട്ടിലിരിക്കണം ഉമ്മാക്കും തിരിയണത് എന്ന്. അതാണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം, ലറൂറത്തൻ. അത് ഇന്ന് ഇപ്പോ നമ്മളെ കൂട്ടത്തിൽ വായിക്കുന്ന നാടന്മാരാണെങ്കിൽ, അതല്ലെങ്കിൽ അമുസ്ലിങ്ങളാണെങ്കിൽ പോലും പറയല്ലേ, പിന്നെ സന്ധ്യാസ്വരക്ക് സമയമായോ? അങ്ങനെയുള്ള ചോദിക്കുക. സന്ധ്യാസ്വരന്റെ സമയമായിട്ടില്ലേ? അത് ഓൽക്കറിയാം, നമ്മളെക്കാട്ടിലും അറിയാം ഓൽക്ക് ടൈം എത്രയാണ് കറക്റ്റ്. കാരണം ഓല നോക്കുന്നത് ഓല പണി കയറാനായിരിക്കാം, ഏതാവട്ടെ, എല്ലാവർക്കും അതറിയാം. അപ്പൊ ലറൂറത്താണ്. അപ്പോ കാലങ്ങള് എന്ന് നിസ്കാരം വന്ന അന്ന് മുതൽ ഇന്ന് വരെയും ബിൽ ലറൂറ എന്ന് പറഞ്ഞാൽ, ലറൂറത്ത് എന്ന് പറഞ്ഞാൽ കുടുങ്ങി ഷഹീദായിട്ട് അറിയുന്നത് എന്നല്ല അർത്ഥം. അല്ലെങ്കിൽ ലറൂറത്തെ ചില അടിച്ച് പിടിച്ചിട്ട് ഒരാൾ അടിച്ചേൽപ്പിച്ച് അറിയുന്നത് എന്നല്ല അർത്ഥം. ലറൂറ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, അതിന് മന്ദിക്കേണ്ട ഒരു ബന്ധമുണ്ട്. എങ്ങനെയാണ്? ചോദിക്കാതെ പഠിക്കാതെ ആലോചിക്കാതെ ഫിക്ർ ചെയ്യാതെ ഉറക്കൊഴിക്കാതെ ടെൻഷൻ ആവാതെ ദുഃഖമില്ലാതെ കിട്ടിയത്. ഒന്നുമില്ല, പെട്ടെന്ന് മനസ്സിലായി, അങ്ങനെയാണ്. വേറെ ചില സംഭവങ്ങൾ അങ്ങനെയല്ല, നമുക്കത് മനസ്സിലായിട്ടില്ല, അതിനെ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. അങ്ങനെ കിട്ടുന്ന കാര്യങ്ങളുണ്ട്, അല്ലെ? ഇപ്പൊ ആകാശത്ത് ചില നക്ഷത്രങ്ങൾ അതിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിപ്പോ അങ്ങോട്ടാണ് ഇങ്ങോട്ടാണെന്ന് ആരോ പറഞ്ഞു. അപ്പൊ നമ്മൾ ആലോചിക്കണം, അങ്ങനെ പോവുക. അത് ആലോചിക്കാൻ മാത്രമുണ്ട്, കാരണം നമ്മളെ ദൃഷ്ടിയിൽ അത് ശരിക്കും വ്യക്തമായിട്ടില്ല. അതേ സമയത്ത് വെള്ളം കുടിച്ചാൽ ദാഹം മാറും, അല്ലെ ഭക്ഷണം കഴിച്ചാൽ നമ്മൾ വിശപ്പ് മാറും, അടി കിട്ടിയാലും അത് വ്യക്താവും, വേദന ഉണ്ടാവും, ഇതൊക്കെ പറഞ്ഞിട്ട് വരണം. അടി കിട്ടിയാൽ വ്യക്തണ്ടാവും, അങ്ങനെ ആലോചിക്കണം. അപ്പൊ നമ്മൾ കൊടുത്താൽ മതിയല്ലോ, പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ അങ്ങനെ തിരിഞ്ഞിട്ടില്ലെങ്കിൽ. ഇങ്ങനെയാണല്ലോ വിഷയങ്ങൾ മനസ്സിലാക്കാനുള്ളത്. അപ്പോ ലറൂറത്ത് നിലക്കെന്ന് പറഞ്ഞാൽ അതിന്റെ സാങ്കേതികമായിട്ടുള്ള മനാത്തിക്കിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെയാണ്. ഇവിടെ ഫുഖഹാ അതിനെ പറയുന്നതാണ് ലറൂറത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ നെസ് കൊണ്ടും ഇജ്മാ കൊണ്ടും മനസ്സിലായത്. അതായത് ഈ ഇതുവരെയുള്ള ഫുഖഹാന്റെ മുഴുവനുള്ള അഇമ്മത്തിന്റെയും ഇത്തിഫാഖ് കൊണ്ട് സ്ഥിരപ്പെട്ട വസ്തുതയാണ് ഇത് എന്നർത്ഥം. അങ്ങനെ മനസ്സിലായതാണ്, അതാണ് അതിന്റെ അർത്ഥമെന്ന് മനസ്സിലാക്കണം. പിന്നെ ബില്ലറൂറത്തി, അപ്പൊ അതിന്റെ അതില്ലത്തുകളെ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. നമുക്ക് പരിശുദ്ധ ഖുർആൻ തന്നെ കാണാലോ, വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാഅ വയുഖീമുസ് സ്വലാഹ വയൂതുസ് സകാ വദാലിക ദീനുൽ ഖയ്യിമ. ആയത്ത് കണ്ടില്ലേ? പിന്നെ കാണാം അഖിമിസ് സ്വലാത്ത ലിദുലൂഖിശ് ശംസി ഇലാ ഗസഖിൽ ലൈൽ എന്നുണ്ട്. ഖുർആനൽ ഫജ്രി ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ. ആയത്ത് അഖിമിസ് സ്വലാഹ് ഇന്നസ് സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ആയത്തുണ്ട്. പിന്നെയും കാണാം ആയത്ത് വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്. പിന്നെ കാണാം അഖീമുസ് സ്വലാ വആതുസ് സകാ വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹ്. ഇതൊക്കെ ആയത്തുകളാണ്, ഇഷ്ടംപോലെ ആയത്തുകളുണ്ട്. ഇനി ആയത്ത് കാണാം വഅഖാമുസ് സ്വലാത്ത വആതസ് സകാ. ആയത്ത് ഇന്നസ് സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. പിന്നെ ആയത്ത് رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة قال والذين هم على صلاتهم يحافظون
ഹാഫിളു അലസ്സലവാതി വസ്സലാത്തിൽ വുസ്താ വഖൂമു ലില്ലാഹി ഖാനിതീൻ അഖിമിസ്സലാത്ത ലിദിക്രി വഅമുർ അഹ്ലക ബിസ്സലാ വസ്തബിർ അലൈഹ. ഇതൊക്കെയും എന്താണ്? ഹദീസാണ്. ഇനി ഖുർആനാണ്. ഇനി ഹദീസിൽ നിന്ന് ഒരു ഹദീസ് നമുക്ക് ഓതാം അല്ലേ? ഇനി അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ബുനിയൽ ഇസ്ലാം വലാ ഖംസ് ഷഹാദതു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് وأن محمد رسول الله وإقام الصلاة وإيتاء الزكاة وصيام رمضان وحج البيت من استطاع إليه سبيلا. കണ്ടല്ലേ? ഇഖാമുസ്സല മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ്. ഇഷ്ടംപോലെ ഹദീസുകൾ പരിശുദ്ധ ഖുർആൻ നിറഞ്ഞൊഴുകുകയാണ്. കുറച്ച് ആയത്തുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അപ്പൊ ഇങ്ങനെയുള്ള ഖുർആനിന്റെ നെസ് കൊണ്ട് അറിയപ്പെട്ടത് എന്ന് ബിൽദറൂറ. ദറൂറത്തിന്റെ അർത്ഥമാണ് ഇപ്പൊ വെക്കുന്നത്. നല്ലോണം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. വളരെ ഉള്ളില് അത് വെക്കുക. നമ്മുടെ രക്തത്തെ കൂടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം. നല്ല അങ്ങനത്തെ അജീബായ കിതാബാണ്. എന്തൊരു സുന്ദരമായ കിതാബ്! അള്ളാഹു ഈ കിതാബ് കൊണ്ട് അതിലെ ഉള്ള ആശയങ്ങളൊക്കെ സ്വീകരിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കാനും മുന്നോട്ട് പോകാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമുക്ക് ദുആ ചെയ്യാം. ഫത്ഹുൽ മുഈനി കിതാബുൻ ശഅനുഹു അജബു. അങ്ങനെയാണല്ലോ. ഫത്ഹുൽ മുഈൻ എന്ന കിതാബിന്റെ ശഅന് അജീബാണ്. പരിശുദ്ധ കേരളത്തില് ഇസ്ലാമിന്റെ പ്രഭ പരത്തിയ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി നവറല്ലാഹു മർക്കദ. അവർക്കൊക്കെ അല്ലാഹു ഈ ഇങ്ങനത്തെ ഈ ഒരു കിതാബ് മാത്രം മതി, മൂപ്പരുടെ ആഗ്രഹമാണ് നിറവേറ്റി കൊടുത്തിട്ടുണ്ട് റബ്ബ്. അങ്ങനെയാണല്ലോ. അപ്പൊ ഖുർആനിന്റെ നെസ്സുകൊണ്ട് ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒക്കെ വെച്ചോളൂ. അപ്പൊ എന്ത് മനസ്സിലാക്കണം? ദറൂറത്ത് കൊണ്ട് അറിയപ്പെട്ടതാണ് ദീനിൽ നിന്ന് എന്ന് വരുമ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്നഫാവായിക്ക അങ്ങനെ വരുമ്പോൾ ഫയക്ഫുറു ജാഹിദുഹാ, ആ നിസ്കാരത്തിന്റെ ഫർദിനെ നിഷേധിച്ചവൻ കാഫിറാണ്, ഇസ്ലാമിന്ന് പുറത്തു പോയവനാണ്. ഓനപ്പോ ഇസ്ലാമിന്ന് പുറത്തു പോയവനായി. അങ്ങനെയാണ്. നിസ്കാരമെന്ന് പുറത്തു പോയവനായി. അവന് ഇസ്ലാമില് അവന് സ്ഥാനമില്ല. ഇസ്ലാമിന്ന് പുറത്തു പോയവന് എന്നാണ് അവനെ കുറിച്ചിട്ടുള്ള ടൈറ്റിൽ കൊടുക്കുക എന്ന് മനസ്സിലാക്കണം. അവയക്ഫുറു ജാഹിദുഹ, നിഷേധിച്ച ആള് ഇസ്ലാമിന്ന് പുറത്തു പോയവനാണ്. അതാണ് നമ്മൾ പറഞ്ഞത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലൈസ ബൈനൽ അബ്ദി വൽ കുഫ്രി ഇല്ലാ തുർക്കുസ്സല എന്നാണ്. ഇനി ആ ഉപേക്ഷിച്ചത് കൊണ്ടവൻ കുഫറിൽ താഴ്ച. ഇനി അവൻ എന്താക്കി? ആ ഉപേക്ഷിച്ചത് ഓന് മടിയനായിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് കുഫ്രാന് നിഅമെന്നേ പറയുള്ളൂ, ശുക്രിനെ നിഷേധിച്ചു എന്നാണ്. പക്ഷെങ്കിൽ തഹാവുന നിലക്ക് പരിഹസിച്ചവനായി നിന്ദിച്ചവനായി അള്ളാഹുവിന്റെ അംറിനെ ജുഹൂദ് നിലക്കാണ് എങ്കിൽ അത് കുഫ്റും ബില്ലാഹി വ കുഫ്റുൻ, അള്ളാഹുവിനെ കൊണ്ട് കാഫിറായി അത് കുഫറുമാണ്, അത് ശിർക്കുമാണ് എന്ന് തന്നെയാണ്. അവൻ ഇസ്ലാമിന്ന് പുറത്തു പോയവനായി. അങ്ങനെ ആകുമ്പോൾ പിന്നെ അവന്റെ ഹുക്കുമ് എന്താണെന്നൊക്കെ പിന്നെ നമുക്ക് വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ പോയിട്ട് കഴിഞ്ഞാൽ, ഇസ്ലാമിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ അവനോട് തൗബ ചെയ്താൻ പറഞ്ഞു. ആ തൗബ സ്വീകരിച്ചിട്ട് ഇല്ല എങ്കിൽ അവനെ വെട്ടണം എന്ന് തന്നെയാണ്, തല വെട്ടണം എന്ന് തന്നെയാണ് അതിന്റെ മസ്അല എന്ന് മനസ്സിലാക്കാനുണ്ട്. അപ്പോ ഇബാറത്തൊന്നും വായിക്കാം. അപ്പോ ഇങ്ങനെ ഈ ദറൂറത്ത് നിലക്ക് ദീൻ അറിയപ്പെട്ടതാണ് എന്നതിനെ നിഷേധിക്കുന്നവൻ അതിന്റെ ആ നിസ്കാരത്തിന്റെ വുജൂബിയത്തിനെ നിഷേധിച്ചവന് കാഫിറാണ് എന്നാണ്. അപ്പൊ മനസ്സിലാക്കണം, ഒരാള് നിന്ദിച്ചവനായിട്ട്, അതാണ് മനസ്സിലാക്കേണ്ടത്. ദീനും ദറൂറത്തിനൊക്കെ അറിയപ്പെട്ടതാണെങ്കിൽ അതിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ ഓൻ കാഫിറാണ്. അപ്പോൾ ഓനെ ആ കാഫിർ നിലനിൽക്ക് ഓനെ കൊല ചെയ്യപ്പെടണമെന്നാണ് ഇസ്ലാമിന്റെ വിധി എന്ന് മനസ്സിലാക്കണം. ഇനി ആ നിസ്കാരത്തെ ഓന് തഹാവിന് ഒരു നിന്ദിച്ചു, പക്ഷെ അവന് വുജൂബാണെന്നൊക്കെ അറിയാം. വുജൂബാണെന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ പരിഗണിച്ചില്ല. അവനക്ക് അലസത കാണിച്ചു. അതിന്റെ ടൈം പുറപ്പെടുന്നത് വരെ, അതായത് ളുഹറിന്റെ സമയം അസർ ബാങ്ക് വരെയാണല്ലോ. ഇപ്പോ 12 മണിക്ക് ബാങ്ക് കൊടുത്താൽ 3:30 വരെയാണ്. അപ്പൊ അല്ലെങ്കിൽ 3:20 വരെയാണ്. അതുവരെ അവൻ പിന്തിച്ചു. അവനെ നിസ്കരിക്കേണ്ടുന്ന ടൈം അവനിന്ന് കുടിസായിട്ടുണ്ട്. അങ്ങനെ വന്നാല് ഒരു നിസ്കാരത്തെ മറ്റേ ടൈം ആകുന്നത് വരെ പിന്തിപ്പിച്ചു എന്ന് വന്നാൽ അത് തഹാവുനെന്ന് അതിനെ കുറിച്ച് പറയാം. അവനതിനെ പരിഗണിച്ചില്ല. എന്നാലും യുക്ഫർ എന്നാണ്, അവൻ ആരല്ല, കാഫിർ ആയിട്ടില്ല എന്നാണ് മസല. പക്ഷെ എന്ത് വേണം? ഓന്റെ പെരടി വെട്ടപ്പെടണം എന്നാണ്. എന്നിട്ട് എന്ത് വേണം? ഓന് കുളിപ്പിക്കണം, ഓന്റെ നിസ്കരിക്കണം, ഓനെ പിന്നെ മുസ്ലിങ്ങളെ മക്കബറയിൽ പോയിട്ട് ഓനെ മറമാടും വേണമെന്ന്. അപ്പൊ തഹീറില് ഒരാൾക്കും, ഞാനിങ്ങനെ പിന്തിച്ചതിന് ഇത് അങ്ങനെ ഒരു കടയിൽ ആളുണ്ടായിരുന്നു, അതല്ലെങ്കിൽ പിന്നെ ബസ് കാത്തുനിന്ന് അങ്ങനെ വൈകിയതാണ്, അല്ലെങ്കിൽ സ്കൂൾ വിടാൻ വൈകിയതാണ്, കോളേജ് വിടാൻ വൈകിയതാണ്, അല്ലെങ്കിൽ എന്റെ സ്പോൺസർ എനിക്ക് സമയം തരുന്നില്ല, ഇതൊന്നും കാരണമല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഉറക്കപ്പെട്ടുപോയി, അത് കാരണമാണ്, അല്ലെങ്കിൽ മറന്നുപോയി,
അല്ലെങ്കിൽ ജംഇന്റെ സമയത്തേക്ക് പിന്തിപ്പിച്ചു. അങ്ങനെയാണല്ലോ. ഇപ്പൊ ജമ്മു കസൂറാക്കിയിട്ട് യാത്രക്കാരനാണെങ്കിൽ അങ്ങനെ. ഈ ഒരു കാരണമൊന്നും ഇല്ലാതെ അതിന്റെ വലുപ്പത്തെ കുറച്ച് കാണിച്ചുകൊണ്ട് കസ്ലാനായിക്കൊണ്ട് ആണ് ഇങ്ങനെ പിന്തിപ്പിച്ചത് എങ്കിലും അവനെ പെരടി വെട്ടണം എന്ന് തന്നെയാണ് ഇസ്ലാമിന്റെ വിധി എന്ന് മനസ്സിലാക്കണം. അത്രക്കും ഗൗരവമുള്ള വിഷയമായിട്ട് തന്നെ ഇതിനെ നമുക്ക് ഫുഖഹാ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അതാണ് ജാഹിദുഹാ എന്ന് പറഞ്ഞത്. പക്ഷേ വലം തജ്തമി ഹാദിഹിൽ ഖംസു ലിഗൈരി നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് അവിടുന്ന് അങ്ങോട്ട് നമുക്ക് അടുത്ത ദിവസം നമുക്ക് ഓതാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ദീനിനെ പറയാനും അത് കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും പ്രായോഗികമാക്കാനും ഒക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥനയോടെ എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ മഹത്തായ റബീഇന്റെ വരവാണ്. എല്ലാവരും സ്വലാത്ത് ചെല്ലുക. സല്ലു അല നബിയിൽ മുസ്തഫൽ മുഖ്താർ സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് യാ ഹബീബി യാ റസൂലല്ലാഹ് അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക അലൈഹി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.